ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കനോലി കനാൽ സംരക്ഷണ ജലയാത്രയ്ക്ക് പനന്തറയിൽ സ്വീകരണം നൽകി. ജലയാത്രയ്ക്ക് ജനങ്ങളെ ആകർഷിക്കുക, ജലഗതാഗതം പുനഃസ്ഥാപിക്കുക, കനോലി കനാലിനെ മാലിന്യമുക്തമാക്കുക, അനധികൃത കയ്യേറ്റം തടയുക എന്നിവയാണ് ഈ വർഷത്തെ ജലയാത്രയുടെ ലക്ഷ്യം. വർഷങ്ങളായി ആരോഗ്യ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ജീവന പ്രസ്ഥാനമാണ് ജീവ ഗുരുവായൂർ. ജീവയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായ കനോലി കനാൽ ജലയാത്ര 2018 ആരംഭിച്ചത്. തിരൂർ മുതൽ ചാവക്കാട് വരെയായിരുന്നു മുൻവർഷങ്ങളിൽ നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം പൊന്നാനി മുതൽ തിരൂർ വരെ 1-ാം ഘട്ടവും ചാവക്കാട് മുതൽ പൊന്നാനി വരെ 2-ാം ഘട്ടവുമായാണ് നടത്തുന്നത്. 12 വയസ്സുള്ള തീർത്ഥ പ്രദീപ്, 78 വയസ്സുള്ള സൈമൺ മാഷടക്കം 32 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ചാവക്കാട്ടു നിന്ന് ആരംഭിച്ച ജലയാത്രയിൽ പങ്കെടുത്തത്. 12 പങ്കായം ഉപയോഗിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് തുഴയുന്നതിനനുസരിച്ച് പാട്ടുപാടി ജലപ്പരപ്പിലൂടെ നീങ്ങിയത്. ചാവക്കാട്, ചിങ്ങനാത്തുകടവ്, എടക്കഴിയൂർ, പനന്തറ, വെളിയങ്കോട് എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പൊന്നാനിയിലെത്തി തിരികെ ചാവക്കാടെത്തി ജലയാത്ര സമാപിക്കും. രാവിലെ 11 മണിക്ക് പുന്നയൂർകുളം പനന്തറയിലെത്തിയ ജലയാത്രാംഗങ്ങൾക്ക് നല്ല ജീവന പ്രസ്ഥാനമംഗം ദിവാകരൻ പനന്തറയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ ഒരു യൂണിറ്റാണ് ജീവ ഗുരുവായൂർ. ജീവ ഗുരുവായൂർ ഏതാണ്ട് 25 വർഷക്കാലമായിട്ട് ഗുരുവായൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഒപ്പം പ്രകൃതി ആരോഗ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്തുകൊണ്ടാണ് വഞ്ചിയാത്ര നടത്തുന്നത് ചോദിച്ചാൽ, ജലയാത്രയെ പ്രോത്സാഹിപ്പിക്കുക, ആളുകൾക്ക് ജലയാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുക. ഒപ്പം ഈ കനോലി കനാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു പുഴയാണ്. അത് മനുഷ്യർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാവും. ഈ ജലയാത്ര നടത്തിക്കൊണ്ടിരിക്കെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തോ അധികാരികളോ മറ്റ് ആരൊക്കെയാണോ അവരൊക്കെ അതിനുവേണ്ടി സഹകരിച്ചുകൊണ്ട് ഈ പുഴയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ജീവ ഗുരുവായൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ജലയാത്ര നടത്തുന്നത്. സെക്രട്ടറി സന്ധ്യാഭരതൻ, പ്രസിഡന്റ് സൈമൺ മാസ്റ്റർ, ട്രഷറർ മുരളീധരൻ കൈമൾ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, രക്ഷാധികാരി PA രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. NK അക്ബർ MLA യാണ് ചാവക്കാട് നിന്ന് 8:30 ജലയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. CCTV ന്യൂസ്, പുന്നയൂർകുളം.